റുപ്പിമങ്ങിൻ്റെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പിമങ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന ആളുകളിൽ മെജോറിറ്റി ഓഫ് ആളുകളും വലിയൊരു എമൗണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് അത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചോദിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രോ ടിപ്പാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കണ്ടന്റിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ആളുകൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമ്മൾ വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല സൈസിലുള്ളതായിരിക്കും. ഒരു സാധാരണ ഒരു 1 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 ലക്ഷം രൂപ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ടായി. ഞാൻ അങ്ങനെ എടുക്കാം. ആ ഒരു 5 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്ന അന്ന് തന്നെ കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഉയർച്ചയും താഴ്ചയും കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിനാണ് ഈ വൊളാറ്റിലിറ്റി എന്ന് പറയുക. പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ പ്രൈസ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല വൈകിട്ട് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഒരു 50 രൂപ കുറയാം, ചിലപ്പോൾ 100 രൂപ കൂടാം. അതിനുള്ള പലവിധ വ്യത്യാസങ്ങൾ വരാം. സെയിം കേസ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇന്നത്തെ വിലയായിരിക്കില്ല നാളത്തെ വില ചിലപ്പോൾ ഇന്നത്തേതിനേക്കാൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ചിലപ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിലയായിരിക്കാം. 10 രൂപ വിലയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിന് ചിലപ്പോൾ 12 രൂപയൊക്കെ ആയിട്ട് വർദ്ധിച്ചേക്കാം. അതേസമയം തന്നെ ചില ഘട്ടങ്ങളിൽ 7-8 രൂപയൊക്കെ ആയിട്ട് കുറയുകയും ചെയ്യാം. എനിക്ക് അങ്ങനെ വലിയ ഫ്ലക്ച്വേഷൻ വന്നിട്ടുള്ള 1-2 മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ ഒരു വൊളാറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ എമൗണ്ടിനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാൻ എന്നാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ 5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യമായിട്ട് ഓരോ ലക്ഷം രൂപയുടെ 5 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിടുക എന്നുള്ളതാണ്. ഇങ്ങനെ 5 കഷ്ണങ്ങളാക്കി ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വൊളാറ്റിലിറ്റീനെ മാനേജ് ചെയ്യാനാണ്. പക്ഷേ ഇങ്ങനെ 5 ലക്ഷം രൂപയെ നമ്മൾ നേരിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലാണ് ഈ 5 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. ആദ്യത്തെ 1 ലക്ഷം രൂപ നമ്മൾ ഇന്ന് നിക്ഷേപിച്ചു, ബാക്കി 4 ലക്ഷം രൂപ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ കിടന്നാൽ നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്ത വന്നേക്കാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം മറ്റു കാര്യങ്ങൾക്കായിട്ട് വകമാറ്റി ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല. 2% ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈ സേവിങ്സ് അക്കൗണ്ടിലുള്ള പണത്തിന്. എന്നാൽ നമുക്കത് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് കൊണ്ടുവിടാൻ പറ്റുമോ? അതും സാധാരണഗതിയിൽ പറ്റില്ല. കാരണം എന്താ, നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പിൻവലിക്കുമ്പോൾ മിക്കവാറും ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ ഉള്ള ഗ്യാപ്പിലായിരിക്കും ചെയ്യുക അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺസിഡറബിൾ എമൗണ്ട് ഒന്നും അതിൽ നിന്ന് വരുമാനം കിട്ടുകയില്ല. അതേസമയം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ TDS പിടിച്ചിട്ടായിരിക്കും നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വലിയ എമൗണ്ടിനെ ഒരു ഡെറ്റ് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഡെറ്റ് കാറ്റഗറിയിലെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ പോലെ, ഷോർട്ട് ടേം ഫണ്ടുകൾ പോലെ, ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ പോലെ, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ പോലെ, ഗിൽട്ട് ഫണ്ടുകൾ പോലെയുള്ള ഡെറ്റ് കാറ്റഗറി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അവിടെ നിന്ന് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ STP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി വഴി അത് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നമ്മൾ പൈസ ഇടുമ്പോൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നേരിട്ട് പൈസ ഇടുമ്പോൾ നമ്മൾക്ക് വലിയ ഒരു വിലയിലുള്ള സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ വാങ്ങിക്കേണ്ട ഒരു ഘട്ടം ചിലപ്പോൾ വന്നേക്കാം. അത് നമ്മളുടെ പ്രൈസ് ഇറോഷന് കാരണമായേക്കാം. അതേപോലെ തന്നെ നമ്മൾ SBയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ദോഷം. ആ SBയിൽ നിന്നുള്ള ഗെയിനിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിൻ കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ പണം കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല SBയിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മറ്റൊരു നഷ്ടം കൂടെ ഉണ്ട്. നമ്മൾ ആവശ്യമല്ലാതെ ഓവർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലൂടെ നമ്മൾ മാറ്റിയിടണം എന്ന് പറയാറുള്ളത്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഡെറ്റ് ഫണ്ടാണ് നമ്മളതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് വേണ്ടത്. അതായത് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇടുന്നത് ഡെറ്റ് ഫണ്ടിലായിരിക്കും. അവിടെ നിന്ന് സിസ്റ്റമാറ്റിക്കലി നമ്മളുടെ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ സെറോദയുടെ കൈറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡെറ്റ് ഫണ്ടല്ല ഇതിന് സോഴ്സ് ഫണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ഫണ്ടിൽ കുറച്ച് പൈസയുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചയും 10,000 രൂപ വെച്ച്
മറ്റ് 2 ഫണ്ടുകളിലേക്ക് 5000 വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഴ്സ് ഫണ്ടായിട്ട് ഈ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് നമ്മളുടെ ഈ ഇൻഡെക്സ് ഫണ്ടിനെ സെലക്ട് ചെയ്യുകയും ആ ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് 10,000 രൂപ വെച്ച് എല്ലാ ഫ്രൈഡേയും എടുക്കണമെന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അത് എവിടേക്കൊക്കെ പോകണമെന്നുള്ളതിന് 2 ഫണ്ടുകൾ ഞാനിവിടെ ചൂസ് ചെയ്യുക, 5000 വെച്ച് പോവുകയും ചെയ്യും. അത് എങ്ങനെ പോകണമെന്നുള്ളത് ഒരു മാൻഡേറ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ SIP-കളൊക്കെ ചെയ്യുന്നതിനായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മാൻഡേറ്റ് തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ മാൻഡേറ്റ് ഉപയോഗിച്ച് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും 10,000 രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള യൂണിറ്റുകൾ ആദ്യത്തെ ഫണ്ടിൽ നിന്ന് റിഡീം ചെയ്യുകയും 5,000 രൂപ ഈ ഡെസ്റ്റിനേഷനിലുള്ള 1ാമത്തെ ഫണ്ടിലും മറ്റൊരു 5,000 രൂപ ഡെസ്റ്റിനേഷനിലുള്ള 2ാമത്തെ ഫണ്ടിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർ ഷെയർ ചെയ്യാൻ മറക്കരുത്.